സൗമ്യ സെൻ നമുക്കൊപ്പം ചേരുന്നു. താങ്കളുടെ ഭർത്താവ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ ദൌത്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്ന രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായി പുതിയൊരു ദൌത്യം ഏറ്റെടുത്തുകൊണ്ടാണ്. വലിയ ശ്രമകരമായ ഒരു ദൌത്യമാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ പ്രചരണ ഘട്ടത്തിൽ താങ്കൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അതൊരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ നോക്കുന്നത് ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ സരിന്റെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല, ഒരു കുടുംബജീവിതം ഉണ്ട്, ഞങ്ങൾക്കൊരു മോളുണ്ട്. എനിക്ക് ചെയ്യേണ്ട വേറെ പല ഉത്തരവാദിത്തങ്ങളും. നമ്മളൊരു കപ്പിൾ അല്ലെങ്കിൽ ഒരു കുടുംബമായി നിൽക്കുമ്പോൾ അവിടെ ഒരാളുടെ കാര്യങ്ങൾക്ക് മാത്രമല്ലോ, വേറെ സരിൻ ഇവിടെ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ സരിൻ ഇവിടെ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് നോക്കേണ്ട വേറെ പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രണ്ടുപേരാണ്. അപ്പൊ അതുകൊണ്ട് ആ ബാലൻസിംഗിൽ കൊണ്ടാണ് എനിക്ക് ആക്ച്വലി അവസാനം മാത്രമേ വരാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഇവിടെ ക്യാമ്പയിൻ നല്ല രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ മാനസികമായിട്ടുള്ള പിന്തുണയാണ് എന്തിനും ആവശ്യം. ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മാനസികമായി നമ്മൾ എത്രത്തോളം കൂടെയുണ്ട്, അത് എപ്പോഴും 101% കൂടെയുണ്ട്. ഈ സരിൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ ദൌത്യത്തിൽ ഏറ്റവും കൂടുതൽ താങ്കൾക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് എന്താണ്? സരിന് ഏറ്റവും അടുത്തറിയാവുന്നതാണെന്ന രീതി. എന്റെ കോൺഫിഡൻസ് സരിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് 10-20 വർഷമായിട്ട് അറിയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് യാതൊരു വ്യത്യാസങ്ങളും ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അതല്ല, എനിക്ക് ആ വ്യക്തിയിൽ ഒരു വ്യത്യാസങ്ങളും കാണാൻ സാധിച്ചിട്ടില്ല. ആ വ്യക്തി എങ്ങനെയാണോ ജോലി ഇട്ടെറിഞ്ഞ് ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് വന്നത്, അന്ന് എന്തൊക്കെ ലക്ഷ്യങ്ങളോട് കൂടിയാണോ ആ വ്യക്തി വന്നത്, അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ് സരിന് ഇന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ജനപ്രതിനിധി അവരുടെ പാർട്ടിയല്ല, ഒരു വോട്ടെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുക. ആ വ്യക്തി ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണോ, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാണോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് സരിൻ എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പ് ഫലം എന്തുമാവട്ടെ, 23 എന്തായാലും ഫലം വരാനിരിക്കും. 3 ദിവസത്തെ കാത്തിരിപ്പുള്ളൂ. അതിനുശേഷവും സരിൻ എന്ന വ്യക്തി അദ്ദേഹം വ്യക്തിത്വം നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡുമായി ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടാവും. അതാണോ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പ്? സരിൻ എന്നും സരിൻ എന്നുള്ള വ്യക്തിയിൽ യാതൊരു വ്യത്യാസങ്ങളും സരിനെ അടുത്തറിയുന്നവർക്ക് അറിയാം. ഒരു വ്യത്യാസങ്ങളും ഉണ്ടായിട്ടില്ല. സരിൻ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ജനങ്ങൾക്ക് നടുവിൽ നിന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്നും എന്നും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും സരിൻ അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ഉറപ്പ്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ജീവിതം, അത് MLA ആണെങ്കിലും ഇനി അല്ലെങ്കിൽ പോലും എന്താ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ തമ്മിലൊരു ചർച്ച നടന്നിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മേഖലയല്ല രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അപ്പോഴപ്പോൾ വെച്ച് നമുക്ക് ചില ഡിസിഷൻസും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സും ഒക്കെ എടുക്കേണ്ടതായി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായി അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയല്ല. പക്ഷേ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട്. പക്ഷേ ഫൈനലി അത് രാഷ്ട്രീയമായതുകൊണ്ട്, സരിന്റെ മേഖലയായതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ സരിൻ തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഒരു കാര്യം കൂടി, സരിൻ നേരത്തെ ഏറ്റെടുത്തിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയവുമായി താങ്കൾക്ക് ഒരുപക്ഷെ യോജിപ്പുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം. എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പം സരിന്റെ ആ രാഷ്ട്രീയ തീരുമാനത്തിൽ താങ്കളും അതിനോട് പൂർണ്ണമായി യോജിച്ച് തന്നെയാണോ മുന്നോട്ട് പോയത്? എന്നെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊടികളല്ല, കൊടികളുടെ കളറുകളല്ല. എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്വാളിഫിക്കേഷൻ. ഞാൻ ഒരാൾക്ക് ഒരു ജനപ്രതിനിധി, ഞാൻ വ്യക്തികളായി നോക്കുന്ന ആളാണ്. അതായത് ഒരിക്കലും ഇന്ന പാർട്ടി ആയതുകൊണ്ട് പോയി കുത്തുക, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ വിധേയത്വം വെച്ചു പുലർത്താത്ത ആളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ ആവണമെന്നാണ് എന്റെ ആഗ്രഹവും. കാരണം അപ്പോഴാണ് നല്ല വ്യക്തികൾ മുന്നോട്ട് വരികയും നല്ല വ്യക്തികൾക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ളൊരു ചാൻസ് കിട്ടുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ രാഷ്ട്രീയം. ഒറ്റ വാക്കിൽ സരിന് എന്തുകൊണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്യണം? എങ്ങനെ താങ്കൾ ഉത്തരം പറയും? ഇതേ പറഞ്ഞ ഉത്തരം തന്നെയാണ്. കാരണം പാലക്കാട് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ, ഒരു പാലക്കാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ധാരാളം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുണ്ട്. വികസനം ഇപ്പോഴും പകുതി വഴിയിൽ നിൽക്കുന്ന ഒരു നാടാണ്. പല കാര്യങ്ങളിലും പല വിഷനോട് കൂടിയിട്ട്, അതായത് ഈ നാടിന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നറിഞ്ഞ് പാലക്കാട് ധാരാളം റിസോഴ്സസ് ഉള്ള ഒരു നാടാണ്. അതായത് വലിയൊരു സംസ്കാരമുള്ള അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇതിന് ധാരാളം സാധ്യതകളുണ്ട് മുന്നോട്ട്. പക്ഷെ ആ സാധ്യതകളെ കണ്ടെത്തി അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവാൻ ഒരു വിഷനുള്ള ഒരു ജനപ്രതിനിധി വേണം, വിഷനുള്ള ഒരു ലീഡർ വേണം. സരിൻ ആ ഒരു കഴിവുള്ള ആളാണെന്ന് 10-20 കൊല്ലത്തെ ഒരു പരിചയത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സരിൻ ഒരു നല്ല ജനപ്രതിനിധി ആവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സൗമ്യ സരിൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഏറ്റെടുക്കാൻ കഴിയുന്ന, സരിനെ എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നതിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തി കൂടിയാണ് സൗമ്യ സരിൻ. മുന്നോട്ട് വെച്ചതും അതുതന്നെയാണ്. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം TG സജിത്, ന്യൂസ് 8.